അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിർ റസൂലില്ലാഹ് വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകാന ബിൽ മുഅ്മിനീന റഹീമ. അധ്യക്ഷൻ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യം എന്ന സവിശേഷ ഗുണത്തെക്കുറിച്ച് വളരെ ചെറിയ ചില കാര്യങ്ങൾ, വളരെ ലളിതമായ ചില ആശയങ്ങൾ, നിങ്ങൾക്ക് ഓർമ്മയുള്ള, നിങ്ങളുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഒന്നിച്ച് ആലോചിക്കുക മാത്രമാണ് അല്പനേരം ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ കേട്ടതുപോലെ വിശ്വാസികളുടെ അതിപ്രധാനമായ ഗുണങ്ങളിലൊന്നാണ് വിശ്വാസികളിൽ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അള്ളാഹു ആഗ്രഹിക്കുന്ന, അവൻ്റെ പ്രവാചകൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ഗുണമാണ് കാരുണ്യം എന്ന് പറയുന്നത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ വചനം സ്വാഗത ഭാഷകൻ ഓതി കേൾപ്പിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് പറയുമ്പോഴും, നല്ല ഒരു കാര്യം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അനുസ്മരിക്കുന്ന അള്ളാഹുവിൻ്റെ രണ്ട് സവിശേഷ ഗുണങ്ങളാണ് റഹ്മാൻ, റഹീം. ഫാത്തിഹയിൽ പിന്നെയും അത് ആവർത്തിച്ചു വരുന്നുണ്ട്, അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട്. റഹ്മാൻ എന്ന് പറയുന്ന ഗുണം അള്ളാഹുവിന് മാത്രമാണ് ഈ വിശേഷണം വന്നിട്ടുള്ളത്. സൃഷ്ടികളിൽ ആർക്കും റഹ്മാൻ എന്ന വിശേഷണം പറയപ്പെട്ടിട്ടില്ല ചരിത്രത്തിലൊരിക്കൽ. പക്ഷേ അത് വളരെ വിചിത്രമായി, വളരെ ധിക്കാരപരമായി റഹ്മാൻ എന്ന പദം ഉപയോഗിച്ച ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം, അല്ലെങ്കിൽ പ്രവാചകൻ്റെ പ്രവാചകത്വത്തിന് ശേഷം, നബിയായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം താനും പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട മുസൈലിമത്ത് മാത്രമാണ് റഹ്മാനുൽ യമാമ എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്താൻ ശ്രമിച്ച ഏക വ്യക്തി. അതിനു മുമ്പ് ചരിത്രത്തിൽ ഒരാളും, ധിക്കാരിയായ ഫറോവ പോലും ഞാനാണ് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടില്ല. റഹ്മാൻ എന്നത് അള്ളാഹുവിന് മാത്രമായി ഉള്ള ഒരു വിശേഷണമാണ്. എന്നാൽ റഹീം എന്ന പദം അങ്ങനെയല്ല. റഹീം എന്ന പദം മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞെടുത്ത് റഹീം എന്ന വിശേഷണം വന്നിട്ടുണ്ട്. നമുക്ക് ഓർമ്മയുള്ള ആയത്താണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം എന്ന ഖുർആൻ്റെ വാചകം. ഈ ഖുർആനിക വചനം നിങ്ങളിൽ നിന്നു തന്നെ ഒരു ദൂതൻ വന്നിരിക്കുന്നു. ആ ദൂതന് നിങ്ങൾ പ്രയാസപ്പെടുന്ന കാര്യം അസഹ്യമാണ്. നിങ്ങളുടെ നന്മയിൽ, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം തൽപരനാണ്. വിശ്വാസികളോട് ദയാലുവാണ്, വളരെയേറെ കരുണയുള്ളയാളാണ് അദ്ദേഹം എന്ന് പരിചയപ്പെടുത്തുന്ന ഖുർആനിക വചനം. റഹീം
എന്ന വിശേഷണം വന്നിട്ടുണ്ട്. എന്നാൽ ഖുർആനിക പ്രയോഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ റഹ്മാൻ എന്ന പദത്തിനും റഹീം എന്ന പദത്തിനും വളരെ ചെറുപ്പകാലം മുതൽ അർത്ഥം പറഞ്ഞു വന്ന വളരെ കൃത്യമായ ഒരു രീതിയുണ്ട്. ഇപ്പോഴത്തെ ആളുകൾ പലപ്പോഴും അത്തരം കാര്യങ്ങളെ ഗഹനമായി അതൊരു പ്രധാന പ്രശ്നമായി ചിന്തിക്കാൻ ശ്രമിക്കാറില്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കരുണയുള്ളവൻ, കരുണാനിധി, കാരുണ്യവാൻ. റഹീം എന്നാൽ അതുപോലെ തന്നെ ഒരു പദം എന്നതിലുപരി ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. എന്നാൽ കൃത്യമായി വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ ഓതിക്കേട്ട വചനത്തിൻ്റെ ഭാഗം വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു വിശ്വാസികളുടെ കാര്യത്തിൽ വിശ്വാസികളോട് റഹീമാണ്. ഈ പദം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു ഒരുക്കുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളും വിശ്വാസികളുടെ നേരെ അള്ളാഹു കാണിക്കുന്ന ദയാവായ്പും കാരുണ്യവും മാത്രമാണ് റഹീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, എന്നാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പൊതിയുന്ന അവൻ്റെ കാരുണ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചെറുപ്പകാലത്ത് പണ്ടൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അർത്ഥം പറയുമ്പോൾ വേർതിരിച്ചു തന്നെ പറയും. റഹ്മാനായ നാഥൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു, വായിക്കുന്നു എന്ന് പറയുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ എന്നർത്ഥം പറയുമ്പോൾ റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നന്മ ചെയ്യുന്നവൻ, അനുഗ്രഹം ചൊരിയുന്നവൻ എന്ന് പഠിച്ച ഓർമ്മ പലർക്കും ഉണ്ടാകും. അപ്പോൾ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അഥവാ നല്ല മനുഷ്യർക്കും ചീത്തയാളുകൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നു. ആ കാരുണ്യത്തെ വിശേഷിപ്പിക്കാനാണ് റഹ്മാൻ എന്ന പദം ഉപയോഗിക്കുന്നത്. റഹീമോ അത് വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ ചെയ്യുന്ന കാരുണ്യമാണ്. അതാണ് ഖുർആനിലെ ഈ വചനത്തിൽ വക്കാന ബിൽ മുഅ്മിനീന റഹീമ, അവൻ വിശ്വാസികളോട് കരുണ കാണിക്കുന്നവനാണ് എന്ന സ്ഥലത്ത് റഹീം എന്ന പദപ്രയോഗം വന്നിട്ടുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. ഇവിടെ മറ്റൊരു ചെറിയ കാര്യം, ചില ആളുകൾ ഉണ്ടാക്കുന്ന ചില ഒസുവാസുകളുണ്ട്. സാന്ദർഭികമായി നമ്മൾ ഓർക്കുകയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി റഹീം എന്ന് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ചോ വകാന ബിൽ മുഅ്മിനീന റഹീമ, അതേ പദം അള്ളാഹുവിന് ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട് അള്ളാഹുവിൻ്റെ സവിശേഷമായ നാമങ്ങളിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആനിൽ ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം എന്ന് പറഞ്ഞ റഹീം എന്ന പദം മുഹമ്മദ് നബിയെ പറ്റിയാണ്. ഇവിടെ ഖുർആനിലെ നമ്മൾ കേട്ട ആയത്തിലെ റഹീം എന്ന പ്രയോഗം അള്ളാഹുവിനെ പറ്റിയാണ്. ഇത് നമ്മൾ ആലോചിക്കാനുള്ള കാരണം ഇത്തരം പദപ്രയോഗങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോഴും സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുമ്പോഴും അതിലുള്ള വ്യത്യാസം ഗ്രഹിച്ചുകൊണ്ട് തങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് സ്വയം അഭിനയിച്ചുകൊണ്ട് സാധാരണ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. എൻ്റെ നാട്ടിൽ ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടാകും, ഒരു സംവാദം നടന്നു കൊട്ടപ്പുറത്ത്. ആ കൊട്ടപ്പുറത്ത് നടന്ന സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തുള്ള മൗലവിയോട് മുജാഹിദുകളുടെ എതിരാളികളായ ആളുകളുടെ ഒരു പ്രമുഖ നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റഹീം, റഊഫ് എന്ന് വിശേഷണം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനും റഊഫ് എന്നും റഹീം എന്നും വിശേഷണം പറയുന്നു. അപ്പോൾ അള്ളാഹുവിന് പറയുന്ന അതേ വിശേഷണം മുഹമ്മദ് നബിക്കും പറയുന്നു. ഇത് ഷിർക്കാകുമോ എന്ന് ആവർത്തിച്ച് മുജാഹിദ് പക്ഷത്തുള്ള മൗലവിയോട് എതിരാളികളുടെ ഭാഗത്തു നിന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ സതുദ്ദേശപരമായൊരു ചോദ്യമല്ല, കൃത്യമായും കബളിപ്പിക്കലാണ്.
അത് നബിയെക്കുറിച്ച് റഹീം എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹുവിനെ പോലെ തന്നെ കാരുണ്യമെന്ന വിശേഷണം നബിക്കുമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ ചോദ്യകർത്താവ് നടത്തിയത്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് പല വിശേഷണങ്ങളും നബിയെക്കുറിച്ച് മാത്രമല്ല, സാധാരണ എല്ലാ മനുഷ്യരെയും, അത് വിശ്വാസിയോ അവിശ്വാസിയോ എന്ന വ്യത്യാസമില്ലാതെ സർവ മനുഷ്യരെയും ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന് പറയുന്ന ചില ഗുണങ്ങൾ പദപരമായി അവരിലേക്കും ചേർത്തു പറഞ്ഞ ഭാഗങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ലൈസക മിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ എന്ന ഖുർആൻ ആയത്ത്. അവനെ പോലെ അഥവാ അള്ളാഹുവിനെ പോലെ ഒരാളുമില്ല, ഒന്നുമില്ല. അള്ളാഹു സമീയാണ്, ബസീറാണ്. എന്താണ് സമീഇന്റെ അർത്ഥം? കേൾക്കുന്നവനാണ്. ബസീർ കാണുന്നവനാണ്. അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ലെന്ന് പറഞ്ഞ ശേഷമാണ് ഖുർആൻ അള്ളാഹു സമീയാണ്, ബസീറാണ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ വിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സൂറത്തു ദഹ്റിൻ്റെ ആദ്യ ആയത്ത് ഫജഅൽനാഹു സമീഅൻ ബസീറ, മനുഷ്യനെ നാം സമീഉം ബസീറുമാക്കി. മനുഷ്യനെ സമീഉം ബസീറുമാക്കി എന്ന് ഖുർആൻ പറയും. ഇവിടെ മനുഷ്യ സമൂഹമാണ്, എല്ലാ മനുഷ്യരെയും ബന്ധിക്കുന്ന ഒരു പദമായിട്ടാണ് മനുഷ്യനെ സമീഉം ബസീറുമാക്കി എന്ന് ഖുർആൻ പറയുന്നത്. അപ്പം ഇത് പ്രവാചകന്മാർക്ക്, വലിമാർക്ക് മാത്രം ബാധകമായ ഒരു പ്രയോഗമല്ല. വിശ്വാസിയും അവിശ്വാസിയും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് അവനെ നാം സമീഉം ബസീറുമാക്കി എന്ന് ഖുർആൻ പറയുന്നത്. നമ്മൾ എന്താണ് ഇതിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്? ഈ പദപരമായ യോജിപ്പ് എന്നതിൽ കവിഞ്ഞ് ആശയപരമായി യാതൊരു നിലയിലും ഇതിന് യോജിപ്പില്ല എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കാറുണ്ട്, ഇത്തരം പ്രശ്നങ്ങളെ അപഗ്രഥിക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവരുടെ ചോദ്യങ്ങളിൽ ഒന്നാണ്, അള്ളാഹു ഉണ്ട്, ഞാനുമുണ്ട്, ശിർക്കാണോ മൗലവി എന്ന് ചോദിക്കും. കേൾക്കുന്ന മാത്രയിൽ സാധാരണ മനുഷ്യർക്ക് അവർ വിജയിക്കുന്നതായി തോന്നാൻ ഇത് മതി. അള്ളാഹു ഉണ്ട്, ഞാനുമുണ്ട്, ശിർക്കാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ്. ഇവിടെ നമ്മൾ എന്തു മനസ്സിലാക്കണം? ഒന്നുകൂടി നമുക്ക് വിസ്തരിച്ച് വളരെ വിശദീകരിക്കാതെ ചില കാര്യങ്ങൾ അറിയണം. അള്ളാഹു സമീയാണ്, ഞാനും സമീയാണ്. അള്ളാഹു ബസീറാണ്, ഞാനും ബസീറാണ്. പ്രവാചകനായ ഇസ്മായിൽ നബിയെക്കുറിച്ച്, മഹാനായ ഇസ്ഹാക്ക് നബിയെക്കുറിച്ച് രണ്ടു പേർക്കും ഖുർആൻ രണ്ട് വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് ഹലീം എന്നാണ് വിശേഷണം, സമാധാനം കാക്ഷിക്കുന്നവൻ, ശാന്തൻ എന്ന് ഭാഷാന്തരം ചെയ്യാവുന്ന ഹലീം. മറ്റേ പ്രവാചകന് ഖുർആൻ നൽകിയ വിശേഷണം അലീം എന്നാണ്, ജ്ഞാനി എന്ന അർത്ഥത്തിൽ. ഒരാൾ അലീമാണ്, ഒരാൾ ഹലീമാണ്. ഒന്ന് ഇസ്ഹാക്ക് നബിക്കാണ്, മറ്റൊന്ന് ഇസ്മായിൽ നബിക്കാണ് ഖുർആൻ വിശേഷണം നൽകിയത്. അള്ളാഹുവിന് നാം പറയുന്ന ഖുർആനിൽ വായിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നാം പഠിക്കുന്നതാണ് അലീം, ഹലീം എന്ന വിശേഷണങ്ങളെല്ലാം. ഇവിടെ എന്താണ് വിശ്വാസി അംഗീകരിക്കുന്ന തത്വം? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശദീകരിക്കുന്ന തത്വം എന്താണ്? അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കൊച്ചു വചനമാണ് ലോകോത്തര പണ്ഡിതന്മാർ വിശ്വാസത്തെപ്പറ്റി എഴുതിയ എല്ലാവരും അഖീദ സംബന്ധിച്ച് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളിലെല്ലാം എടുത്തുദ്ധരിക്കുന്ന ഒരു കൊച്ചു വചനമാണ് നമ്മൾ നേരത്തെ ഓതിക്കേട്ടത്. ലൈസ കമിഥിലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെപ്പോലെ ഒന്നുമില്ല, അവൻ സമീയാണ്, ബസീറാണ്. ഇവിടെയാണ് ഈ വസ്തുത നാം തിരിച്ചറിയേണ്ടത്.
നാം കേൾക്കുന്നു, അള്ളാഹു കേൾക്കുന്നു. നമ്മുടെ കേൾവിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, പരിധികളുണ്ട്. അതിന് ദൂരത്തിൻ്റെ പ്രശ്നമുണ്ട്. ശബ്ദം നേർത്തതും ഉയർന്നതും അത് കേൾക്കുന്ന രീതിയിൽ അത് വ്യത്യസ്തമായി തീരുന്നു. അള്ളാഹുവിനോ എത്രമേൽ ചെറിയ ശബ്ദങ്ങളും എത്രമേൽ ഉയർന്ന ശബ്ദങ്ങളും യാതൊരു വ്യത്യാസവുമില്ലാതെ, ദൂരപരിധിയില്ലാതെ, പരിമിതികളില്ലാതെ, യന്ത്രമോ മറ്റുപകരണങ്ങളോ ഇല്ലാതെ കേൾക്കുന്നവനാണ് അള്ളാഹു. കേവലം പദങ്ങളിൽ മാത്രമാണ് ഈ ബന്ധം. അവൻ്റെ കാഴ്ചയ്ക്ക് പരിധികളില്ല. അവൻ നമ്മുടെ ഹൃദയങ്ങളിലെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ച ആശയങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന കാര്യം എന്താണെന്ന് അറിയുന്നു, അത് കേൾക്കുന്നു, അത് കാണുന്നു. മനസ്സിൻ്റെ മന്ത്രങ്ങൾ പോലും അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ച കാര്യം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മഹാനായ പ്രവാചകന് പോലും ഇപ്പുറത്തിരിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണ് ഇപ്പോഴത്തെ ഭാവമെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. അതറിയണമെങ്കിൽ അതെല്ലാം അറിയുന്ന നാഥൻ്റെ വഹ്യ് വരണം. അപ്പോൾ നബിക്ക് മനസ്സിലാകും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിഷയം മറ്റൊന്നായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. പടച്ചവൻ്റെ സിഫാത്തുകളെക്കുറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മൗലികമായ വശം പഠിപ്പിക്കുന്നിടത്ത് എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് മഹാനായ ഇമാം മാലിക്. ഇത് പറഞ്ഞു പോയതുകൊണ്ട് അവ്യക്തതയില്ലാതിരിക്കാൻ മാത്രമാണ് ഞാൻ ഈ പ്രശ്നം സൂചിപ്പിക്കുന്നത്. ഇമാം മാലിക് വിശുദ്ധ പ്രവാചകന്റെ പള്ളിയിൽ ഒരു ക്ലാസ്സിലാണ്. അദ്ദേഹം ഖുർആൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കെ അർ റഹ്മാനു അലൽ അർശിസ്തവ എന്ന ഖുർആനിക വചനം പാരായണം ചെയ്തു. റഹ്മാനായ അള്ളാഹു സിംഹാസനസ്ഥനായി എന്നാണ് ഭാഷാന്തരം. സിംഹാസനസ്ഥനായി എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, കൈഫസ്തവ റബ്ബുന, എങ്ങനെയാണ് നമ്മുടെ നാഥൻ സിംഹാസനസ്ഥനായത് എന്ന്. ഇമാം മാലിക് ദൃഢമായ മനസ്സോടെ ഒരു മറുപടി പറഞ്ഞു. അല്ലിസ്തിവാവുമായാലും വൽ കൈഫു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്വാലു അൻഹു ബിദ്അ. ഇസ്തിവ എന്ന് പറയുന്നത് പരിചിതമായ ഒരു പദമാണ്. സിംഹാസനസ്ഥനാവുക എന്നത് നമുക്കൊക്കെ പരിചിതമായ ഒരു പദമാണ്. ഒരു വിശദീകരണവും ഇല്ലാതെ നമുക്കത് കേട്ടാൽ തന്നെ മനസ്സിലാകും. എന്നാൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇസ്തിവ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വൽ കൈഫു മജ്ഹൂൽ, അത് അറിയില്ല, അത് അറിയാത്തതാണ്, നമുക്ക് അറിയാത്ത കാര്യമാണ്. എങ്ങനെയാണ് അള്ളാഹു സിംഹാസനസ്ഥനായത് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹു സിംഹാസനസ്ഥനാണെന്ന് നാം വിശ്വസിക്കണം, നിർബന്ധമാണ്. എങ്ങനെയാണ് അവൻ സിംഹാസനസ്ഥനായത് എന്ന് ചോദിക്കരുത്, അത് ബിദ്അത്താണ്. ഇതാണ് ഇമാം മാലിക്കിൻ്റെ ദൃഢനിശ്ചയത്തോടുകൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഇതെല്ലാ വിശേഷണങ്ങൾക്കും ബാധകമാണ്. അള്ളാഹു അറിയുന്നവനാണ്. അലീമാണെന്ന് പറയുമ്പോൾ എന്താണ് അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, സുപരിചിതമായൊരു പദം. അറിവുള്ളവൻ, അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമായൊരു പദമാണ്, ഒരു പ്രയോഗമാണ്. പക്ഷേ അവിടെയും ഒരാൾക്കും ചോദിച്ചുകൂടാ, കൈഫ യഅലമു റബ്ബുന, നമ്മുടെ റബ്ബിൻ്റെ അറിവ് എങ്ങനെയാണ്? അവിടെയാണ് ഇമാം മാലിക് പറഞ്ഞത് വൽ കൈഫു മജ്ഹൂൽ, എങ്ങനെ അത് നമുക്കറിയില്ല. എന്നാൽ അള്ളാഹു അലീമാണെന്ന് നാം വിശ്വസിക്കണം, അതിനെക്കുറിച്ച് ചോദിക്കാനും പാടില്ല. ഓരോ വിശേഷണങ്ങളോട് ചേർത്തും നാം ഇത് മനസ്സിലാക്കണം.
ഇപ്പൊ റഹീമാണ് അല്ലാഹു. ഒരാളും ചോദിക്കരുത് കൈഫ യർഹമു റബ്ബുന, നമ്മുടെ നാഥൻ എങ്ങനെയാണ് കരുണ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൂടാ. പക്ഷേ നാം അല്ലാഹു റഹീമാണെന്ന് വിശ്വസിക്കണം. റഹീം എന്ന പദത്തിന് അർത്ഥം നമുക്കറിയാം. റഹീം എന്നാൽ നമുക്ക് പരിചിതമായ ഒരു പ്രയോഗവുമാണ്. എന്നാൽ പടച്ചവൻ എങ്ങനെ കരുണ കാണിക്കുന്നു, ആ ചോദ്യം അപ്രസക്തമാണ്, അത് അന്യായമാണ്. എല്ലാ വിശേഷണങ്ങൾക്കും ഇത് ബാധകമാണ്. അല്ലാഹു ബസീറാണ്. എന്നാൽ എന്താണ് ബസീർ നമുക്കറിയാം. എന്നാൽ ഒരാളും ചോദിക്കാൻ പാടില്ല കൈഫ യുബ്സിറു റബ്ബുന, നമ്മുടെ റബ്ബ് എങ്ങനെ കാണുന്നത്. സമീഅണ് അല്ലാഹു. ആരും ചോദിക്കരുത് കൈഫ യസ്മഉ റബ്ബുന. എല്ലാ വിശേഷണങ്ങൾക്കും ഇത് ബാധകമാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഊഫ്, റഹീം എന്ന ഗുണങ്ങൾ പറയുമ്പോൾ, എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ, ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും ഹലീം എന്നും അലീം എന്നും വിശേഷിപ്പിക്കപ്പെടുമ്പോൾ, ആ അലീമിൻ്റെ അർത്ഥവും അള്ളാഹുവിലേക്ക് ചേർത്തു പറയുമ്പോൾ അള്ളാഹു അലീമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും തികച്ചും വ്യതിരിക്തമാണ്. ഒന്ന് മനുഷ്യൻ്റെ പരിമിതിയിലും മനുഷ്യൻ്റെ അറിവിലും അവൻ്റെ പ്രകൃതിയിലും ഒതുങ്ങി നിൽക്കുന്നതാണ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സവിശേഷമായ അവൻ്റെ മഹത്വത്തോട്, അവൻ്റെ ജലാലിനോട് യോജിക്കുന്ന വിധത്തിൽ വളരെ വിപുലമായ അർത്ഥമുള്ളതാണ് ഈ പദങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. ഇത് വക്കാനബിൽ മുഅ്മിനീന റഹീമ എന്ന ആയത്തും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്ന് എപ്പോഴും നമ്മൾ ഓതുന്ന ആയത്തിലെ മുഹമ്മദ് നബിയെ റഹീം എന്ന് വിശേഷിപ്പിച്ചതിൽ തോന്നിയേക്കാവുന്ന ഒരു സംശയ ദൂരീകരണത്തിനാണ് ഈ പ്രശ്നത്തെക്കുറിച്ച് ചിലത് പറഞ്ഞത്. നമുക്ക് പ്രധാനം അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഗുണമാണ് കാരുണ്യം എന്നതോടൊപ്പം ആ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹു കരുണയോടെ ജീവിക്കണമെന്ന് എല്ലാവരോടും കൽപ്പിക്കുന്നുവെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അള്ളാഹുവിന് രണ്ട് രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. നമുക്കത് അത്രത്തോളം വിശദീകരിക്കാൻ അർഹതയുണ്ടോ എന്നൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല. പക്ഷെ നമുക്കറിയുന്നിടത്തോളം രണ്ടു രീതിയിലുണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ. ഒന്ന് അവൻ്റെ ഗുണങ്ങളാണ്, എന്നാൽ നമ്മെ സംബന്ധിച്ച് അതൊരിക്കലും നമ്മുടെ ഗുണമായി സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ചില ഗുണങ്ങൾ അള്ളാഹുവിനില്ലേ. അതിലൊന്നാണ് മുത്തക്കബ്ബിർ. അള്ളാഹു മുത്തക്കബ്ബിറാണ്. പടച്ചവൻ്റെ ഗുണമാണ് കിബിർ. അതുകൊണ്ട് നിങ്ങളൊക്കെ കിബിറുള്ളവരാവണം, മുത്തക്കബ്ബിരീങ്ങളാവണം എന്ന് നമ്മൾ ആരെങ്കിലും ഉപദേശിക്കുകയോ ഉപദേശിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ടാണ് തീർച്ചയായും ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം. അള്ളാഹുവിൻ്റെ ചില ഗുണങ്ങൾ അങ്ങനെയാണ്. അത് മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ പാടില്ലെന്നാണ് അവൻ്റെ തന്നെ നിശ്ചയം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ തന്നെ പറഞ്ഞു ഇത് നിങ്ങൾക്കുണ്ടാവരുത്. ചില ഗുണങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ ഗുണമായി എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഗുണങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ട കൂട്ടത്തിലാണ് റഹ്മത്ത് എന്ന കാരുണ്യം എന്ന ഗുണം. പടച്ചവൻ്റെ ഗുണമാണ്. ദയാലുവാണ് അല്ലാഹു. നിങ്ങളും ദയാലുക്കളാവണം. അല്ലാഹു കാരുണ്യവാനാണ്. നിങ്ങളും കരുണയുള്ളവരാവണം എന്ന് നാം നിർദ്ദേശിക്കപ്പെടുകയും ഉപദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങളുടെ കൂട്ടത്തിലാണ് റഹീം എന്ന ഗുണം, പടച്ചവൻ്റെ കാരുണ്യം എന്ന ഗുണം. അവനിലേക്ക് ചേർത്ത് ഈ സവിശേഷമായ റഹ്മത്തിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പല കാര്യങ്ങളും ചേർത്തു പറയുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് കാണാം. പ്രവാചകന്മാരുടെ നിയോഗവുമായി ബന്ധപ്പെട്ട് പ്രതിപാദനങ്ങൾ ഉള്ളയിടത്ത് ആ നിയോഗം അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്ന വചനങ്ങൾ. പരലോകത്ത് നിങ്ങളെല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്ന ഭാഗത്ത്
അവിടെയും അള്ളാഹുവിൻ്റെ കാരുണ്യം മികച്ചു നിൽക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ. കതബ അലാ നഫ്സിഹി റഹ്മ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ. അള്ളാഹു അവനുമേൽ കാരുണ്യം എഴുതിയിരിക്കുന്നു അഥവാ തീരുമാനിച്ചിരിക്കുന്നു. കാരുണ്യം എന്ന സവിശേഷ ഗുണം അള്ളാഹുവിനുണ്ടായിരിക്കണമെന്ന് മറ്റൊരാളും നിശ്ചയിക്കുന്നതല്ല, യജമാനനായ അള്ളാഹു തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. തുടർന്ന് പറയുന്നത് ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളിലേക്ക് തീർച്ചയായും അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഇതാണ് കാരുണ്യം. ഇവിടെ എന്തെല്ലാം ഏതെല്ലാം തരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ദുഷ്ടതയുടെ മൂർത്തിയും അത്ഭവങ്ങളായി ജീവിക്കുന്ന ആളുകൾ, മർദ്ദനവും അക്രമവും അഴിമതിയും അനീതിയും കാണിക്കുന്ന ആളുകൾ, സുഖലോലുപതയുടെ മടിത്തട്ടിലാണ് അവരുടെ ജീവിതം. ഒരുപാട് മനുഷ്യന്മാർ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പേറി കഠിനമായ രോഗങ്ങൾ അനുഭവിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ജീവിച്ചു മരിച്ചു പോകുന്നു. ആരെയും ദ്രോഹിക്കാതെ, ഒരു മനുഷ്യനോടും കയർത്ത് സംസാരിക്കാതെ, തൻ്റെ നാഥനുമായി ബന്ധപ്പെട്ട് നല്ല ഒരു മനുഷ്യനായി ജീവിക്കുന്ന എത്രയോ ആളുകൾ. ഇവർക്ക് നീതി ലഭിക്കുന്ന ഒരു ലോകം അതുണ്ടാവണം. അങ്ങനെയുള്ളൊരു സംവിധാനത്തെയാണ് നാം പഠിച്ച പരലോകത്തിലൂടെ ഖുർആൻ അവതരിപ്പിക്കുന്നത്. നമുക്കത് വിശദീകരിക്കേണ്ടതില്ല. അപ്പോൾ പരലോകമെന്ന് പറയുന്നത് ഈ മനുഷ്യരെ എല്ലാവരെയും, മർദ്ദകരെയും മർദ്ദിതരെയും ഒരുമിച്ച് ചേർത്ത്, ചൂഷകന്മാരെയും ചൂഷിത വർഗത്തെയും ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും പ്രതികാരം ചോദിക്കാനും കൊടുക്കാനും നൽകാനും ഉതകുന്ന വിധത്തിലുള്ള ഒരു ലോകം ഒരുക്കി വെച്ചത് അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ വചനത്തിൻ്റെ ഘടന എന്ന് നമുക്ക് മനസ്സിലാകും. വിശ്വാസികൾ കരുണയുള്ളവരാവണമെന്ന് മാത്രമല്ല, പരസ്പരം കാരുണ്യത്തെക്കുറിച്ച് ഉപദേശിക്കണം എന്നുകൂടി ഖുർആനിന് നിർബന്ധമുണ്ട്. വിശ്വാസികളുടെ ചില ഗുണങ്ങൾ എടുത്തു പറഞ്ഞ വചനങ്ങളിൽ തുടർന്നു പറയുന്ന വചനങ്ങളുടെ അവസാന ഭാഗത്ത് സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ മർഹമ എന്ന് കാണാം. പിന്നീട് അവർ വിശ്വാസികളുടെ കൂട്ടത്തിലായി. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് അവർ പരസ്പരം ഉപദേശിച്ചു. വതവാസൗ ബിൽ മർഹമ, കാരുണ്യം കൊണ്ടും അവർ പരസ്പരം ഉപദേശിച്ചു. അപ്പം മനുഷ്യരോട് ദയാലുക്കളാവാൻ, ദയ കാണിക്കുവാൻ, സർവരോടും ക്ഷമിക്കണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവനാവണം എന്ന് പരസ്പരം ഉപദേശിക്കുന്നവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ അവരെ പ്രശംസിക്കുന്നു. ഇനി നോക്കുക, കാരുണ്യം ലഭിച്ചാൽ ആ കാരുണ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന പ്രവണതയാളുകൾക്കുണ്ട്. അതിന് പകരം കാരുണ്യം ലഭിച്ചാൽ ആ കാരുണ്യത്തെ തിരിച്ചറിയുകയും അത് കാരുണ്യമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഓർക്കുകയും ചെയ്യണമെന്നതാണ് ശരിയായ പാഠം. അതിനു പകരം ചിലർ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വരുമ്പോൾ അല്ലാ എന്ന് പറഞ്ഞു കൈ നിർത്തി പ്രാർത്ഥിക്കും. ഈ ദുരിതവും പ്രയാസവും നീങ്ങിയാലോ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുക പോലും ചെയ്യും. ഇത് വലിയ ഒരു അത്ഭുതമായാണ് ഖുർആൻ എടുത്തു പറയുന്നത്. സുമ്മ ഇദാ അദാഖഹും മിൻഹു റഹ്മ ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ. അവർക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു കാരുണ്യം അവൻ ആസ്വദിപ്പിച്ചാൽ, അള്ളാഹു അവർക്ക് അനുഭവിപ്പിച്ചാൽ, അവരിൽ ഒരു സംഘം ആളുകൾ അവരുടെ നാഥനിൽ പങ്കുചേർക്കും. ഇപ്പം കാരുണ്യം ലഭിക്കുന്നത് വരെ അതിനുവേണ്ടി യാചിക്കുന്ന ആളുകൾ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ
മഹാപാപം ഷിർക്കിൽ പോലും അകപ്പെടും എന്ന് ഖുർആൻ പറയും. അതൊരു വലിയ നന്ദികേടാണ്. ആ കാരുണ്യത്തോട് കാണിക്കുന്ന ഒരു തലതിരിഞ്ഞ നയമാണ്. വലയിൻ അദഖ്നാഹു റഹ്മതം മിന്ന മിൻ ബഅദി ളറാഅ മസ്സതുഹു ലയഖൂലന്ന ഹാദാ ലി. ചിലരുടെ സ്വഭാവമാണ് ഇവിടെ ഖുർആൻ അനാവരണം ചെയ്യുന്നത്. നാം അവന് നമ്മിൽ നിന്നും ഒരു കാരുണ്യം, അനുഗ്രഹം ആസ്വദിപ്പിച്ചാൽ, എപ്പോൾ മിൻ ബഅദി ളറാഅ മസ്സതുഹു, അയാൾക്ക് അനുഭവപ്പെട്ട ഒരു പ്രയാസത്തിന് ശേഷം നാം അയാളെ കാരുണ്യം ആസ്വദിപ്പിച്ചാൽ, ലയഖൂലന്ന ഹാദാ ലി, അയാൾ പറയും ഇത് എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ് എന്നയാൾ പറയും. ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ശരി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, ഇയാളോട് പൊറുക്കണമേ, ഇയാളോട് കരുണ കാണിക്കണമേ, ഇയാൾക്ക് മാപ്പ് നൽകണമേ, ഇയാൾക്ക് ക്ഷേമം നൽകണമേ എന്നിങ്ങനെ നബി പ്രാർത്ഥിക്കുകയാണ്. ഔഫിനെ ഏറ്റവും സ്വാധീനിച്ച പദം ഈ നബിയുടെ പ്രാർത്ഥനയിലെ കാരുണ്യമാവാം. വറഹംഹു എന്ന് നബി പ്രാർത്ഥിക്കുന്നു. മറ്റു പ്രാർത്ഥനകളും പ്രധാനം തന്നെയാണ്. ഈ പ്രാർത്ഥന കേട്ടുനിന്ന നബിയിൽ നിന്ന് ഈ പ്രാർത്ഥന ഞാൻ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹത്താ തമന്നയിതു അൻ അകൂന അന ദാലിക്കൽ മയ്യിത്ത്. ആ മയ്യിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന, നബിയുടെ മുന്നിൽ കിടത്തിയിട്ടുള്ള ആ മയ്യിത്ത് ഞാനായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്നാണ് ഔഫ് പറയുന്നത്. കാരണം നബിയാണ് പ്രാർത്ഥിക്കുന്നത്, പഠിച്ചവനെ ഇയാളോട് പൊറുക്കണേ, ഇയാളോട് കരുണ കാണിക്കണേ, ഇയാൾക്ക് മാപ്പ് നൽകണേ, ഇയാൾക്ക് ക്ഷേമം നൽകണേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നയാൾ ഞാനായെങ്കിൽ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാണ് ഔഫ് പറയുന്നത്. ഒരു പ്രത്യേക സന്ദർഭം, ബന്ദികളെ കൊണ്ടുവന്നിരിക്കുന്നു. ആ ബന്ദികളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ, അവർ ആ ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ തേടിപ്പിടിച്ച് ആ കുഞ്ഞിന് മുലയൂട്ടുകയാണ്. ആ കുഞ്ഞിന് മുലയൂട്ടുന്നത് കണ്ട് അത്ഭുതത്തോടെ സംസാരിക്കുന്ന ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറയുകയാണ്, അതറൗന ഹാദിഹി ത്വാരിഹത്തൻ വലദഹ ഫിന്നാർ ഖുൽനാ ലാ വഹിയ തഖ്ദുർ അലാ അല്ലാ തത്റഹഹു ഫഖാല അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. തിരുനബി ചോദിച്ചു, ആ മുലയൂട്ടുന്ന സ്ത്രീ അതാ, സ്വന്തം കുഞ്ഞിനെ തേടിപ്പിടിച്ച് മുലയൂട്ടുന്ന ആ പെണ്ണ്, അവൾ തൻ്റെ കുട്ടിയെ നരകാഗ്നിയിലേക്ക് അല്ലെങ്കിൽ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, ഒരിക്കലും അത് എറിയാതിരിക്കാൻ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അവൾ അത് ചെയ്യില്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തിരുനബി ആമുഖമായി ഈ ചോദ്യം ചോദിച്ചത് ഒരു വസ്തുത അവരെ പഠിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു തൻ്റെ അടിമകളോട് ഈ പെണ്ണിന് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ കരുണയുള്ളവനാണ്. ഒരു ഉമ്മയ്ക്ക് സ്വന്തം കുട്ടിയോടുള്ള കാരുണ്യത്തേക്കാൾ തൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം ഉപയോഗിക്കുകയാണ്. നബിയുടെ ജീവിതത്തിൽ എപ്പോഴും നാം കാണുന്ന ഒരു സവിശേഷത ഈ കാരുണ്യമെന്ന ഭാവമാണ്. ഒരു പ്രമുഖ സഹാബി മാലിക് ബിനുൽ ഹുവൈരിസ് പറഞ്ഞു, നബിയുടെ അടുത്ത് ഞങ്ങൾ പഠിതാക്കളായിരുന്നു. ദൂരെ ദിക്കിൽ നിന്ന് മതം പഠിക്കാൻ വന്നവരാണ് ഞങ്ങൾ.
ഞങ്ങൾ നബിയുടെ അടുത്ത് താമസിച്ചു. തുടങ്ങുന്നത് തന്നെ വനഹനു ശബബ മുതഖാരിബൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സമപ്രായക്കാരായ ഏതാനും ചെറുപ്പക്കാരാണ് ഞങ്ങൾ, യുവാക്കളാണ്. 20 ദിവസം ഞങ്ങൾ നബിയോടൊന്നിച്ച് ജീവിച്ചു. നബി ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞങ്ങൾ പഠിച്ചു, ചർച്ചകൾ നടന്നു. 20 ദിവസം ഒരു ക്യാമ്പിൽ എന്ന പോലെ നബിയുടെ കൂടെ പഠിക്കാനായി ഈ യുവാക്കൾ ഒത്തുചേർന്നിരിക്കുകയാണ്. 20 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് നബി ചോദിക്കുകയാണ്, നിങ്ങൾ ആരൊക്കെയാണ് വീട്ടിലുള്ളത്, കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്ന് നബി അന്വേഷിച്ചു. ഞങ്ങളുടെ സ്ഥിതിഗതികൾ ഞങ്ങൾ വിശദീകരിച്ചപ്പോൾ നബിക്ക് തന്നെ തോന്നി ഞങ്ങൾ വീട്ടിൽ പോവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അവിടുന്ന് നിർബന്ധിച്ചു പറഞ്ഞില്ല, നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിക്കുവോളം നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കൊള്ളണം എന്ന് ഞങ്ങളോട് നബി പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത് ഇർജിഉ ഇലാ അഹ്ലീക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകണം. എന്നിട്ട് ഫഅല്ലിമൂഹും, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം. വമുറൂഹും വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ അവരോട് കാര്യങ്ങൾ കൽപ്പിക്കണം. ഞാൻ നമസ്കരിക്കുന്നതായി നിങ്ങൾ എപ്രകാരം എന്നെ കണ്ടുവോ അതുപോലെ തന്നെ നിങ്ങൾ നമസ്കരിക്കണം. ഇത് പഠിപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരോട് വീട്ടിലേക്ക് പോവാൻ നബി നിർദ്ദേശിക്കുന്നു. ഈ യുവാക്കളുടെ കാര്യത്തിൽ നബി കാണിക്കുന്ന സമീപനം വളരെ മാതൃകാപരമായ കാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരു വികാരമായി മഹാനായ തൻ്റെ ശിഷ്യൻ എടുത്തു പറയുന്നതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹുവോ അവൻ്റെ ഒരു സവിശേഷ ഗുണമായി നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ കതബ ഫീ കിതാബിഹി ഫഹുവ ഇൻദഹു ഫൗകൽ അർശ്, അവൻ്റെ സിംഹാസനത്തിനു മുകളിലുള്ള അവൻ്റെ കിതാബിൽ, അവൻ്റെ രേഖയിൽ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചപ്പോൾ അവൻ ഇപ്രകാരം എഴുതി രേഖപ്പെടുത്തി വെച്ചു, ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ ദേഷ്യത്തെ മറികടക്കുന്നു എന്നാണ്. അല്ലാഹു അപാരമായ അനുഗ്രഹമുള്ളവനാണ്. ആ അനുഗ്രഹം അവൻ്റെ ദേഷ്യത്തെ മറികടക്കുന്നു എന്നാണ് റസൂലുള്ള പറയുന്നത്. അള്ളാഹുവിനെ കുറിച്ച് സ്വർഗക്കാരുടെ വിശേഷണങ്ങൾ എണ്ണുന്ന ഒരു ഹദീസ് കാണാം. റസൂലുള്ള പറയുന്നത് വാഹിലുൽ ജന്ന സലാസ, സ്വർഗത്തിൽ പോകുന്ന ആളുകൾ 3 കൂട്ടരാണ്. ആരാണത്? തിരുനബി പറഞ്ഞു, ദൂ സുൽത്താൻ, മുഖ്സിത്ത്, മുത്തസദ്ദിഖ്, മുവഫഖ്. അധികാരമുള്ളവൻ, നീതിമാൻ, സത്യസന്ധത പാലിക്കുന്ന, ധർമ്മം ചെയ്യണമെന്ന് ബോധമുള്ള, തൻ്റെ പ്രവർത്തനങ്ങളും തൻ്റെ ഭരണവും ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഭരണാധികാരി. അയാൾ നീതിമാനാണ്, കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നയാളാണ്, സത്യസന്ധത പാലിക്കുന്നവനും ദാനം ചെയ്യുന്നവനുമാണ്. അങ്ങനെയുള്ള ഒരാൾ സ്വർഗക്കാരൻ എന്ന് നബി വിശേഷിപ്പിക്കുന്നു. കാരണം അധികാരമുള്ള താൻ അനീതി കാണിച്ചാൽ ചിലപ്പോൾ അത് ന്യായീകരിക്കുന്നവരാകും കൂടുതൽ. ആ അന്യായത്തെ ന്യായം എന്ന് വിശേഷിപ്പിക്കാൻ തൻ്റെ അധികാരം ഉപയോഗിച്ച്, ആളുകളെ ഉപയോഗിച്ച് അയാൾക്കത് സ്ഥാപിക്കാനും കഴിയും. അവിടെ അയാൾ നീതിമാനാകുന്നത് തന്നെ സ്വർഗാവകാശിയാക്കുമെന്നാണ് നബി പറഞ്ഞത്. മറ്റൊരാൾ വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബ് ലികുല്ലി ദീ ഖുർബാ വ മുസ്ലിം, എല്ലാ മുസ്ലിമിനോടും എല്ലാ അടുത്ത കുടുംബക്കാരോടും ലോലഹൃദയനായി വർത്തിക്കുന്ന കരുണയുള്ളൊരു മനുഷ്യൻ. അയാളുടെ കുടുംബങ്ങളിൽ
അയാൾ ലോലഹൃദയന്, എല്ലാവരോടും ലോലമായി പെരുമാറും. അയാൾ മൃദുലമായി പെരുമാറുന്നയാൾ, കരുണയോടെ വർദ്ധിക്കുന്നയാൾ, അവരുടെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്ന, ഏതൊരു മുസ്ലിമിൻ്റെയും വേദനയിൽ വേദനിക്കുന്ന, അയാളുടെ പട്ടിണിക്കും അയാളുടെ ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കുന്ന ലോലഹൃദയനായ കരുണയുള്ളയാൾ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ നബി എണ്ണുന്നു. മറ്റൊരാൾ അഫീഫുൻ മുതഅഫിഫ് റൂയിയാൽ, മാന്യതയോടെ ജീവിക്കുന്ന, മാന്യത പുലർത്തി മുന്നോട്ട് പോകുന്ന ധാരാളം കുട്ടികളുള്ള ഒരാൾ. ഒരുപാട് കുട്ടികൾ. ആ കുട്ടികളെ പോറ്റണം, ആ കുട്ടികളുടെ രോഗത്തിന് ചികിത്സിക്കണം, അവരെ പഠിപ്പിക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ അയാളുടെ മുന്നിലുണ്ട്. പക്ഷേ ആരുടെ മുന്നിലും കൈ കാട്ടി യാചിച്ചുകൊണ്ട്, തൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട്, മറ്റു മനുഷ്യർക്ക് അലോസരമുണ്ടാക്കാതെ ക്ഷമയോടെ ജീവിക്കുന്ന, മാന്യതയും സഭ്യതയും ഒരിക്കലും ഭേദിക്കാത്ത വിധം ജീവിക്കുന്ന ആ നല്ല മനുഷ്യനെ സ്വർഗക്കാരൻ എന്ന് നബി വിശേഷിപ്പിക്കുന്നു. കാരുണ്യത്തിൻ്റെ കാര്യം അത്ഭുതമാണ്. അള്ളാഹു കാരുണ്യത്തെ സൃഷ്ടിച്ചു. അതിൻ്റെ 100-1 ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പരസ്പരം സ്നേഹിക്കുന്നതും, ഒരു ഉമ്മ കുട്ടിയോട് കാണിക്കുന്നതും, കുട്ടികൾ മാതാപിതാക്കളോട് കാണിക്കുന്നതും, സമസൃഷ്ടികളോട് കാണിക്കുന്നതുമായ എല്ലാ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ചെറിയ ഒരംശം മാത്രമാണ്. 100-1 മാത്രമാണ്. ഇത് പരലോകത്തെത്തുമ്പോൾ സമ്പൂർണമായി അള്ളാഹു അവർക്ക് നൽകുമെന്നാണ് റസൂലുള്ള പറയുന്നത്. വിശ്വാസികൾ പരസ്പരം കരുണയോടെ ജീവിക്കണം. തൻ്റെ സ്വന്തം വീട്ടിലെ പ്രശ്നം പോലെ അയൽക്കാരൻ്റെ വീട്ടിലെ പ്രശ്നത്തെ കാണാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? അത് നമ്മുടെ ഹൃദയത്തോട് നാം ചോദിക്കേണ്ട ചോദ്യമാണ്. റസൂലുള്ള പറയുന്നത്, ഈ വിശ്വാസി സമൂഹത്തിനുണ്ടാകുന്ന ഏതു വേദനയിലും സർവവിശ്വാസികളും ചേരണം എന്നാണ്. സ്നേഹവും കാരുണ്യവും അവർക്കുണ്ടാകുമ്പോൾ അവർ ചെയ്യേണ്ടത് അങ്ങനെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഈ കാരുണ്യം നമ്മിൽ നിന്ന് എങ്ങനെയാണ് കാരുണ്യം പ്രസരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു അയറാബി വന്ന് ചോദിച്ച ചോദ്യം. ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ള ജീവിച്ചിരിക്കെ ആയിഷ ബീവി പറയുന്ന കാര്യം ഒരു അയറാബി വന്നു ഞങ്ങളോട് ചോദിക്കുകയാണ്, തുക്കബ്ബിലൂന സുബ്യാനക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഉമ്മ വെക്കാറുണ്ടോ എന്ന്. ഫമാനു കബ്ബിലു, ഞങ്ങൾ അഥവാ അയറാബികൾ, ബദുക്കൾ കുട്ടികളെ ചുംബിക്കാറില്ല, മുത്തം കൊടുക്കാറില്ല സ്വന്തം മക്കൾക്ക്. നിങ്ങൾ അങ്ങനെ മുത്തം വെക്കാറുണ്ടോ, മുത്തം കൊടുക്കാറുണ്ടോ, ഉമ്മ വെക്കാറുണ്ടോ കുട്ടികളെ എന്ന് ഒരു അയറാബി വന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പറഞ്ഞ മറുപടി, അവ അംലികുലക് അന്നസ അല്ലാഹു മിൻ കൽബിക റഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ നീക്കം ചെയ്താൽ ഞാൻ നിന്റെ കാര്യത്തിൽ എന്തു ചെയ്യാനാണ് എനിക്ക് സാധിക്കുക എന്നാണ് നബി തിരിച്ചു ചോദിച്ചത്. അപ്പൊ കുട്ടികളെ ചുംബിക്കുക എന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. കാരുണ്യം പ്രസരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ മുത്തം കൊടുക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്നത്. അത് തിരുനബി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഉമ്മയുടെ ഉപ്പയുടെ മുത്തം ലഭിച്ചു വളരുന്ന ഒരു കുട്ടിയും മാതാപിതാക്കൾ ഒരിക്കൽ പോലും ഉമ്മ വയ്ക്കാതെ വളരുന്ന കുട്ടിയും അവർക്ക് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ അളവ് വ്യത്യസ്തമായതിനാൽ അവരുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടുമെന്ന് അത് സംബന്ധിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. റസൂലുള്ള പറഞ്ഞ വാക്കുകൾ എത്രമേൽ വിശദീകരിക്കാനും നമുക്ക് സാധിക്കും. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഇത് നീട്ടിപ്പറയാനും വിസ്തരിക്കാനും പറ്റുന്ന ഒരാശയമാണ് കുട്ടികളെ ഉമ്മ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്.
തിരുനബിക്കൊരു പതിവുണ്ട്, കാരുണ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നബി പറയും, അയാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവട്ടെ എന്ന്. എന്തിനാണത്? ആ പുണ്യമായ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കാൻ മാത്രമല്ല, അതുണ്ടാകുമ്പോൾ ദൈവീകമായ കാരുണ്യത്തിന് നിങ്ങൾ അർഹരായി മാറും എന്ന് പഠിപ്പിക്കാനാണ്. ചെറിയതെന്ന് നമുക്ക് തോന്നുന്ന രണ്ട് കാര്യം. റഹിമല്ലാഹു റജുലൻ സമ്മഹൻ ഇദാ ബാ വഇദശ്തറ വഇദഖ്തല. അള്ളാഹു ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ. ആരാണ് ആ മനുഷ്യൻ? സമ്മഹൻ, അയാൾ സുതാര്യതയുള്ളവനാണ്. സുതാര്യതയുള്ളവൻ, തൻ്റെ പ്രവർത്തനങ്ങൾ തെളിമയാർന്നതാണ്, ദുരൂഹതകളില്ലാത്തതാണ്. അയാളൊരു കച്ചവടക്കാരനാണ് എങ്കിൽ വിൽക്കുമ്പോൾ, വാങ്ങുമ്പോൾ, ഇടപാടുകൾ നടത്തുമ്പോൾ അയാൾ സുതാര്യനാണ്. ദുരൂഹമായി ഒന്നും അയാൾ മറച്ചു വെക്കുന്നില്ല, അവ്യക്തതകൾ ഉണ്ടാകുന്നില്ല. കൃത്യതയോടെ അയാൾ വിൽക്കുന്നു, കൃത്യതയോടെ അയാൾ വാങ്ങുന്നു, അയാളുടെ ഇടപാടുകൾ കൃത്യമാണ്. തിരുനബി പറയുന്നത് അയാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന്. ഈ സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ദൈവകാരുണ്യത്തിന് അത് അർഹമാക്കി തന്നെ മാറ്റുന്നു എന്നുകൂടി നബി പഠിപ്പിക്കുകയാണ്. റഹിമല്ലാഹു റഅതൻ, ഒരു പെണ്ണിനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് അവളുടെ പ്രത്യേകത? ഭർത്താവ് ഉറങ്ങുകയാണ്, കുട്ടികൾ ഉറങ്ങുകയാണ്, അവൾ രാത്രി എഴുന്നേറ്റു, അവൾ നമസ്കരിക്കുകയാണ്. എന്നിട്ട് അവൾ ഭർത്താവിനെ വിളിച്ചുണർത്തി, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അയാൾ തിരിഞ്ഞു കിടന്നു, അല്ലെങ്കിൽ ഒന്നുകൂടി പുതപ്പ് വലിച്ചിട്ടു, വീണ്ടും ഉറക്കം. ആ മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി അല്പം വെള്ളമെടുത്ത് അയാളുടെ മുഖത്ത് തളിച്ചു, സ്നേഹപൂർവം. അപ്പോൾ അയാൾ ഉണർന്നു, ഉറക്കം തെളിഞ്ഞു, അയാൾ നമസ്കരിച്ചു. ആ ഭാര്യ ഭർത്താക്കന്മാരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന റസൂലിൻ്റെ ഈ ആശീർവാദം, ഈ കാരുണ്യവുമായി ബന്ധപ്പെടുത്തി ആ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ വിശദീകരിച്ച് അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നില്ല. നബിയുടെ ഹദീസിലൂടെ അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കണം എന്ന് തന്നെ അത് നമ്മെ നിർബന്ധിക്കുന്നു. ഇതാണ് സത്യം. നബി ഉപദേശിക്കുന്നത് നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കണം. എല്ലാം നേരെ ചൊവ്വേ എന്ന് പറയാറില്ലേ? വക്രത വേണ്ട, വളവും തിരിവും വേണ്ട, യാതൊരു വ്യതിയാനവും വേണ്ട. നേരെ ചൊവ്വേ ജീവിക്കുക, കൃത്യതയോടെ ജീവിക്കുക. തിരുനബി മനുഷ്യ സ്നേഹിയാണ്. അവിടുന്ന് ഉപദേശിക്കുമ്പോഴും അത് മറക്കാറില്ല. ആ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു പ്രയോഗമാണ് തൊട്ടടുത്ത് വരുന്നത്. നേരെ ചൊവ്വേ ജീവിക്കണമെന്ന് പറയുമ്പോൾ എല്ലാം ശുദ്ധമായി 100%, എൻ്റെ പെരുമാറ്റം 100% ഇസ്ലാമികം, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും 100% ഇസ്ലാമികം, കൃത്യതയോടെ ആവണം എന്നുപദേശിച്ചാൽ പലർക്കും അത് സാധിക്കില്ല. നമുക്ക് തന്നെ നമുക്കൊന്നും കഴിയില്ല. അവിടെ നബി ഇടപെടുന്നു. നബി വെറുതെ പറയില്ല, തനിച്ചു പറയില്ല. മേലെ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് തുടർന്നു പറയുന്നു, വഖാരിബു, എല്ലാം 100% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം തോന്നും. നബി പറയുന്നത് വഖാരിബു, ശരിയോട് അടുത്തു നിൽക്കുക, ശരിയോട് ചേർന്ന് നിലകൊള്ളുക. നിങ്ങൾ 100% ആ ശരിയുടെ നന്മയുടെ ഭാഗത്തോട് ഒട്ടി നിൽക്കാൻ ശ്രമിക്കുക. ഇതാണ് നബിയുടെ ഉപദേശം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞതോ വഅബ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത നൽകണം, മുഷിപ്പിക്കരുത്.
ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, മുഷിപ്പിക്കരുത്. പ്രബോധകന്മാരോടും നബി പറഞ്ഞതാണിത്. എപ്പോഴും നബിയുടെ വാക്കാണ്, ആളുകളെ മുഷിപ്പിക്കരുത്. എന്തിനാണ് വലിയ വീടുണ്ടാക്കുന്നത്? ഖബറല്ലേ നാളെ കിടക്കാനുള്ള വീട്, പിന്നെ എന്തിനാ വീട്? എന്തിനാണ് ഈ നല്ല വസ്ത്രം ധരിക്കുന്നത്? അത് അളിഞ്ഞു പോകുന്ന ശരീരത്തിന് എന്തിനാണ് ഈ സുന്ദരമായ വസ്ത്രം എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അങ്ങനെ ഒരു ഉപദേശം നമുക്ക് നൽകുന്നില്ല. ഓർക്കണം, ചിന്തിക്കണം, ഇതൊക്കെ നബി പറയും. പക്ഷേ ഒരിക്കലും മനസ്സു മടുപ്പിക്കുന്ന, ജീവിതത്തിൽ വിരക്തി ഉണ്ടാക്കുന്ന, ജീവിത സൗഭാഗ്യങ്ങൾ അന്വേഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന, ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനവും നബിയിൽ നിന്ന് നാം കേൾക്കുന്നില്ല. അവിടുത്തെ രീതി അതാണ്. അബ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത നൽകി. 2 പ്രബോധകന്മാരെ അയച്ചപ്പോഴും ഒട്ടേറെ പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോഴും ബശ്ശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക, വെറുപ്പിക്കരുത്. നിങ്ങൾ എളുപ്പം നൽകുക, ആളുകൾക്ക് മുഷിപ്പിക്കരുത്, ആളുകൾക്ക് ഞെരുക്കം ഉണ്ടാക്കരുത്. അനേകം വാഴ്ന്നുകൾ നാം കേൾക്കാറുണ്ട്, അനേകം ഗ്രന്ഥങ്ങൾ നാം വായിക്കാറുണ്ട്. പലരുടെയും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലോ തിരുനബിയുടെ നേരിട്ടുള്ള ഉപദേശങ്ങളിലോ പറയാത്ത വിധം, അവരുദ്ദേശിക്കാത്ത വിധത്തിൽ വചനങ്ങളെ നീട്ടി വലിച്ചെഴുതുന്നവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ പലതാണ്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഈ നിഫ്രത്ത്, വെറുപ്പിക്കുക. മതത്തെ തന്നെ നമുക്കൊരു പ്രയാസമാക്കി അവതരിപ്പിക്കുക. ഇതാണോ മതം, ഇസ്ലാം? അയ്യോ, എനിക്കൊന്നും ഇതനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു മറിച്ച് ചിന്തയുണ്ടായി മതത്തെ തന്നെ വേണ്ടെന്ന് വെക്കുന്ന വിധമുള്ള ആ ഉപദേശങ്ങളുണ്ടല്ലോ, അത് ഈ വിശദീകരണത്തിൽ വരുന്നതാണ്. അബ്ശിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. ആളുകൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം. ഒരുപാട് മതനിയമങ്ങളുണ്ട്. ആ മതനിയമങ്ങളിലെ കാർക്കശ്യം മാത്രം പ്രസംഗ വിഷയമാക്കുകയും കുത്തുബ കേട്ടാലും ഈ കാർക്കശ്യം തന്നെ, ക്ലാസ്സുകളിലും ഈ കാർക്കശ്യം തന്നെ, എവിടെ നോക്കിയാലും ഈ കാർക്കശ്യം മാത്രം. എന്നാൽ ലളിതമായ ഇസ്ലാമിൻ്റെ ആശയങ്ങളോ മനുഷ്യനുള്ള ഇളവുകളോ മൂടിവെക്കുന്നു. ചിലർ അത് പറയില്ല. എന്തുകൊണ്ട്? പറഞ്ഞാൽ ആളുകൾ ദുരുപയോഗം ചെയ്യും എന്നാണ് അവരുടെ വാദം. പറയാതിരിക്കുന്നതാണ് തെറ്റ്. കാരണം ഇത്ര വിശാലമാണ് മതമെങ്കിൽ, ഇത്ര എളുപ്പമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളെങ്കിൽ, എനിക്കെങ്ങനെയും മുസ്ലിമായി മാത്രം ജീവിക്കണം, മരിക്കണം എന്നൊരു തോന്നലാണ് ഇളവുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാവും. മറിച്ച് എനിക്കൊന്നും മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്നെത്തും. ഞാൻ വിശദീകരിക്കാൻ പറയുകയല്ല. കൃത്യമായി നമസ്കരിക്കുന്ന ഉമ്മമാർ, കൃത്യതയോടെ നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിച്ചു പോകുന്ന പിതാക്കന്മാർ, അവസാന കാലത്ത് നമസ്കാരമില്ലാതെ തീർച്ചയായും തൻ്റെ ബാധ്യതയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ നമസ്കാരം നിർവഹിക്കാതെ മരിച്ചു പോകുന്ന എത്ര മുസ്ലിം വീടുകളുണ്ട് എന്നാണ് കാര്യം. തിരുനബിയുടെ ഈ നിർദ്ദേശം ലംഘിച്ചതുകൊണ്ടാണ്. ആ ഉമ്മയെ, ആ ഉപ്പയെ, അവരുടെ മസ്അല, നമ്മുടെ മതം കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത മതനേതാക്കന്മാരുടെ മസ്അല, ഇയാൾക്ക് നമസ്കാരം നിർബന്ധമില്ലാതായിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു കാലമുണ്ടോ? ബുദ്ധിയുള്ള ഈ മനുഷ്യൻ ബുദ്ധിയുള്ള കാലത്തോളം നമസ്കരിച്ചുകൊണ്ടിരിക്കണം. അയാൾ ഒരു ജയിലിൽ അടക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾ നഗ്നനാണ്. അവിടെ വെച്ചും അയാൾ നിർവഹിക്കേണ്ടതാണ് നമസ്കാരം എന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ നഗ്നനായതുകൊണ്ട്, ഉടുക്കാൻ വസ്ത്രമില്ലാത്തത് കൊണ്ട് അയാൾ നമസ്കരിക്കേണ്ടതില്ല എന്ന ഫത്വയ്ക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല. അയാൾക്ക് ഉളു ചെയ്യാൻ വയ്യ, കുളിക്കാൻ വയ്യ. എന്തു ചെയ്യണം അയാളെ? കുളിക്കാതെയും ഉളു ചെയ്യാതെയും ഉള്ള സൗകര്യത്തിന് തയമ്മം ചെയ്ത് അയാൾ നമസ്കരിക്കണം. തയമ്മം ചെയ്യാൻ ലഭിക്കുന്ന മണ്ണിനെ കുറിച്ചാണ് പിന്നെ ചർച്ച. ആ മണ്ണ് നായ തൊടാത്തതാവണം. അതിനാണ് ചിലർ പണ്ട് ഹജ്ജിന് പോയപ്പോൾ
അടുപ്പ് കുഴിച്ച് നായ തൊടാത്ത മണ്ണ് ശേഖരിച്ച് പൊടിയാക്കി പൊതിഞ്ഞ് ഹജ്ജിന് പോകുമ്പോൾ യാത്രയിൽ കൊണ്ടുപോയത് അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ നബി ഇടപെട്ട ഒരു സന്ദർഭം ഓർത്തു നോക്കൂ. കുളി നിർബന്ധമായ ഒരു മനുഷ്യൻ അയാൾ കൂടെയുള്ളവരോട് ചോദിച്ചു, കൂട്ടുകാരെ, എനിക്ക് ശരീരത്തിൽ മുറിവാണ്, കുളിക്കണം, അത് നിർബന്ധമായ സന്ദർഭമാണ്, പക്ഷേ എന്ത് ചെയ്യണം, എനിക്ക് കുളിക്കാൻ വയ്യ, കുളിച്ചാൽ എനിക്ക് അപകടം വരും. കൂടെയുള്ളവർ പറഞ്ഞു, കുളിക്കുക തന്നെ വേണം, നിങ്ങൾക്ക് യാതൊരു ഇളവുമില്ല എന്ന്. അവരുടെ നിർബന്ധം കേട്ട് അയാൾ കുളിച്ചു. അതുവഴി അയാൾക്ക് പനി പിടിച്ചു, രോഗം മൂർച്ഛിച്ചു, അയാൾ മരിച്ചു. നബി ജീവിച്ചിരിക്കുന്ന കാലത്താണ് സംഭവം. നബിയുടെ അടുത്ത് പ്രശ്നമെത്തി. കൂടെയുള്ളവരോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. പറയുന്നത് നബിയുർ റഹ്മയാണ്, കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. അവരോട് നബി പറയുകയാണ്, ഇന്നക്കും ഖതൽതുമൂഹു, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്നാണ് നബി പറഞ്ഞത്. അറിയില്ലെങ്കിൽ ചോദിക്കണമായിരുന്നു. നിങ്ങൾ അറിയാതെ നിങ്ങൾ എന്തിനു മതവിധി നൽകി? ആ മനുഷ്യനെ കൊന്നു എന്നായിരുന്നു നബിയുടെ ചോദ്യം. ഇത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. ആയതിനാൽ കാർക്കശ്യത്തെക്കുറിച്ച് മാത്രമല്ല, കർക്കശമായ മതനിയമങ്ങളെക്കുറിച്ച് മാത്രമല്ല, ലളിതമായ എളുപ്പമായ ഇസ്ലാമിൻ്റെ വിധികളെ, വിധിവിലക്കുകളെയും നാം പഠിക്കണം, പഠിപ്പിക്കണം. അനേക വിശദീകരണങ്ങൾ അർഹിക്കുന്ന അബ്ശിറു എന്ന പ്രയോഗം അല്പം പറഞ്ഞു പോയതാണ്. നിങ്ങൾ സന്തോഷ വാർത്ത നൽകുക. ഞാൻ പറഞ്ഞ ഹദീസിൻ്റെ അവസാന ഭാഗം, ഫൈന്നഹു ലാ യദ്ഖുലു ലാ യുദ്ഖിലു അഹദനിൽ ജന്ന അമലുഹു, ഒരു മനുഷ്യനെയും അവൻ്റെ പ്രവർത്തനം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതാണ്. നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, പാപമുക്തമായ ജീവിതം, ഇതൊക്കെ നയിക്കുന്നവനെയും ഈ ഹദീസ് ഉണർത്തണം. ഒരാളുടെയും കർമ്മങ്ങളെ അയാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അവർ ചോദിച്ചു, നബിയെ, ഖാലു വല അൻത യാ റസൂലല്ലാഹ്, ഇത് ഞങ്ങൾക്ക് മാത്രം ബാധകമാണോ, താങ്കളും അങ്ങനെയാണോ നബിയെ എന്നായിരുന്നു സഹാബിമാരുടെ ചോദ്യം. റസൂലുള്ളാഹി പറഞ്ഞു, വല ആന ഇല്ല അയ്യതഗമ്മദനില്ലാഹു ബിമഗ്ഫിറത്തിൻ വറഹ്മ, ഞാനും അങ്ങനെ തന്നെയാണ്, എനിക്കും ഇത് ബാധകമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവനിൽ നിന്നുള്ള പാപമോചനവും എന്നെ മൂടുന്നില്ലെങ്കിൽ എൻ്റെ സ്ഥിതിയും ഇതാണ് എന്ന്. അപ്പം നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. നമ്മളൊക്കെ ചെയ്തു, ഒക്കെ മതിയായി, ഇനി എന്താ പ്രശ്നമെന്നല്ല. എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് അപാരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് മേൽ വർഷിക്കണേ എന്ന പ്രാർത്ഥനയാവണം. ഇതാണ് നബി പഠിപ്പിക്കുന്നത്. അതാണ് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവരെ ആശീർവദിക്കാൻ ഉപയോഗിക്കുന്ന പദം കാരുണ്യം നൽകണേ എന്നാണ്. ആയിഷ ബീവി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഒരാളുടെ നമസ്കാരത്തിലെ രാത്രി നമസ്കാരം, ആ നമസ്കാരത്തിലെ അയാളുടെ ഖുർആൻ പാരായണം നബി കേട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, ലഖദ് അദ്കറനി കദ വകദ, ഇന്ന ഇന്ന ആയത്തുകൾ അയാൾ ഇപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ആ ശബ്ദം തിരിച്ചറിഞ്ഞ നബി ചോദിക്കുകയാണ്, യാ ആയിഷ അസൗതു അബ്ബാദ്, അബ്ബാദിന്റെ ശബ്ദമാണോ ആ കേൾക്കുന്നത്? ഖുർആൻ ഓതുന്ന പള്ളിയിൽ നമസ്കരിക്കുന്ന ആ മനുഷ്യന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ നബി ചോദിക്കുകയാണ്, അബ്ബാദിന്റെ ശബ്ദമാണോ അത്? ആയിഷ പറയുകയാണ്, ഖുൽതു നഅം, അതെ എന്ന് ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ അഭിനന്ദിച്ചുകൊണ്ട്, അല്ലാഹുമ്മ റഹം അബ്ബാദ, പഠിച്ചവനെ അബ്ബാദിനെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. കാരണം അയാൾ പള്ളിയിൽ നമസ്കരിക്കുകയാണ് രാത്രി. ആ ഓത്ത് കേട്ട് നബി ഓർക്കുകയാണ്. അവിടുന്ന് പറയുന്നു, എനിക്ക് ഖുർആനിലെ ഇന്ന ഇന്ന ഭാഗങ്ങൾ ഇപ്പോൾ അയാൾ ഓർമ്മപ്പെടുത്തി തന്നു.
എന്നിട്ട് തിരിച്ചറിഞ്ഞ്, ആ ശബ്ദം തിരിച്ചറിഞ്ഞ് നബി ചോദിക്കുന്നത് അബ്ബാദിൻ്റെ ശബ്ദമാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ റഹം അബ്ബാദ, പഠിച്ചവനെ അബ്ബാദിനെ അനുഗ്രഹിക്കണേ എന്ന്. കാരുണ്യം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവാചകൻ ചില കഥകളിലൂടെ പണ്ടുകാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ കാരുണ്യത്തെ സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് റസൂലുള്ള പറഞ്ഞ 2 സ്ത്രീകളുടെ കഥ. ആ 2 സ്ത്രീകൾ അവരുടെ കുട്ടികളെയും കൂട്ടി ഒരു യാത്രയിലാണ്. വഴിയിൽ വെച്ച് ഒരു കുട്ടിയെ ചെന്നായ പിടിച്ചു. 2 പേരും ഇവിടെ നിലവിലുള്ള കുട്ടി എൻ്റേതാണ് എന്ന് വാദിച്ചു. നിന്റെ കുട്ടിയെയാണ് ചെന്നായ പിടിച്ചത്, ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് ഓരോരുത്തരും വാദിച്ചു. ഈ പ്രശ്നം മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കോടതിയിലെത്തി. ദാവൂദ് അലൈഹിസ്സലാം ആ കൂട്ടത്തിൽ വലിയ പെണ്ണും ചെറിയ പെണ്ണും ആയിരുന്നതിനാൽ മുതിർന്നവൾക്ക് ആ കുട്ടിയെ വിധിച്ചുകൊണ്ട് നൽകി. പക്ഷേ വീണ്ടും സ്വന്തം മാതാവ് ആരായിരുന്നോ അവൾക്ക് അത് സഹിക്കാനായില്ല. അവൾ വീണ്ടും കേസുമായി സുലൈമാൻ നബിയുടെ കോടതിയിലെത്തി. സുലൈമാൻ നബിയുടെ മുമ്പിൽ 2 പേരും വാഗ്വാദത്തിലേർപ്പെട്ടപ്പോൾ അവിടുന്ന് ഞാൻ വിധിക്കാം എന്ന് പറഞ്ഞു. ഒരു കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കത്തി കൊണ്ട് ഈ 2 പേരും അവകാശവാദം ഉന്നയിക്കുന്ന ഈ കുട്ടിയെ പകുത്ത് നിങ്ങൾക്ക് 2 പേർക്കും നൽകാം, പകുതി നിനക്കും പകുതി അവൾക്കും കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുലൈമാൻ നബി വിധി പ്രസ്താവിക്കുകയാണ്. ഈ വിധി കേട്ടപ്പോൾ പ്രായം കൂടിയ പെണ്ണ് മൗനിയായിരുന്നു. അവർ ഒന്നും സംസാരിക്കുന്നില്ല, അവർ മിണ്ടാതിരുന്നു. ചെറിയ പെണ്ണ് ഓടി വന്നു പറഞ്ഞു, അങ്ങ് ആ കുട്ടി, എനിക്ക് ആ കുട്ടിയെ വേണ്ട, ആ കുട്ടി ആ താത്തയുടേതാണ്, അവർക്ക് കൊടുത്തേക്കൂ എന്നായിരുന്നു ചെറിയ പെണ്ണ് വിളിച്ചു പറഞ്ഞത്. ഇതിൽ നിന്ന് സുലൈമാൻ നബിക്ക് മനസ്സിലായി കുട്ടിയുടെ ഉമ്മ ആരാണെന്ന്. കാരണം സ്വന്തം കുട്ടി തൻ്റെ മുന്നിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുന്നത് ഒരു ഉമ്മയും ഇഷ്ടപ്പെടില്ല, അവർക്ക് അസഹ്യമാണ്. മൗനം ദീക്ഷിച്ച പെണ്ണിൻ്റെ കുട്ടിയല്ല ഇത് എന്ന തിരിച്ചറിവിന് കൂടുതൽ സമയം സുലൈമാൻ നബിക്ക് വേണ്ടി വന്നില്ല. ആ ചെറിയ പെണ്ണിന് ഈ കുട്ടിയെ വിധിച്ചുകൊണ്ട് ആ പ്രശ്നം അവസാനിപ്പിച്ച കഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കാരുണ്യം എത്ര മഹത്തരമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഹതഭാഗ്യരായ ആളുകളല്ലാതെ കാരുണ്യം എന്ന സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല. അത് തന്നെ നബി പറയുന്നു, ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മിൻ ശഖിയ്യ. ഒരു ദൗർഭാഗ്യവാനിൽ നിന്നല്ലാതെ, ഹതഭാഗ്യനിൽ നിന്നല്ലാതെ കാരുണ്യം നീക്കം ചെയ്യപ്പെടുകയില്ല. എന്നാൽ അല്ലാഹു കരുണ ചെയ്യാൻ മനുഷ്യരോട് കരുണ കാണിക്കണം. നേരത്തെ ഒരു ഹദീസ് നമ്മൾ പറഞ്ഞു, വ്യക്തമായി പറയുന്നത് നോക്കൂ, ലാ യർഹമുല്ല മല്ലാ യർഹമുന്നാസ്. മനുഷ്യരോട് കരുണ കാണിക്കാത്തവനോട് അല്ലാഹു കരുണ കാണിക്കുകയില്ല. പടച്ചവൻ്റെ കാരുണ്യം വളരെ വളരെ വിശാലമാണ്, വളരെ വളരെ വിശാലമാണ്. എടുത്താൽ കുറയില്ല, കൊടുത്താലും തീരില്ല. അതാണ് പടച്ചവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രത്യേകത. ഒരാരാബിയുടെ കഥ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. അയാൾ പള്ളിയിൽ വന്നു, മൂത്രമൊഴിച്ചു. ആളുകൾ കയർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ തടഞ്ഞു. അല്പം വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. മൂത്രമൊഴിച്ച ശേഷം അതിൽ വെള്ളം ഒഴിച്ചു കളഞ്ഞു. ആ അരാബി തന്നെ അവരുടെ കൂടെ നമസ്കരിക്കാൻ തന്നു. ആ നമസ്കാരത്തിൽ അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മഅനാ അഹദ എന്ന്. പഠിച്ചവനെ,
എന്നോടും മുഹമ്മദ് നബിയോടും നീ കരുണ കാണിക്കണേ, മറ്റാരോടും നീ കരുണ കാണിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിയ, വളരെ വിശാലമായത് നീ കുടുസാക്കി കളഞ്ഞല്ലോ എന്ന് നബി പറഞ്ഞു. കാരണം വറഹ്മതി വസിഅത് കുല്ല ശൈ, എൻ്റെ കാരുണ്യം സർവത്തെയും ഉൾക്കൊള്ളാൻ പോകുന്നതാണെന്ന് അള്ളാഹു പറയുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ കാരുണ്യം നമുക്ക് രണ്ടുപേർക്കും മതി, വേറെ ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞത് മോശമായിപ്പോയി. നീ ഒരു വളരെ വിശാലമായത് കുടുസാക്കുകയാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി അറാബിയെ ഉണർത്തിച്ച കഥ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ചെറിയവരോട് കരുണ കാണിക്കണം. ഒരു കുട്ടി, അത് കുട്ടികളാണ്, കുട്ടിയാണ്. നമ്മളൊക്കെ പിന്നിട്ട ഒരു കാലഘട്ടമാണ് അവരിന്ന് അനുഭവിക്കുന്നത് എന്ന ഓർമ്മ മുതിർന്നവർക്ക് വേണം. അത് നബി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുക, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയഅരിഫ് ശറഫ കബീരിന. മുതിർന്നവരുടെ മാന്യത എന്താണെന്ന് മനസ്സിലാക്കാത്തവനും മുതിർന്നവർക്ക് കൽപ്പിക്കേണ്ട പദവിയും സ്ഥാനവും എന്താണെന്ന് അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. നോക്കുക, ഒരു സമൂഹത്തിന് ഇതിൽ പരം എന്തൊരു ഉപദേശമാണ് വേണ്ടത്? സാമൂഹ്യ ജീവിയായ മനുഷ്യൻ തന്നേക്കാൾ പ്രായം കുറഞ്ഞവരോട് കാരുണ്യത്തോടെ വർത്തിക്കണം. മുതിർന്നവരോടോ അവരുടെ പദവിക്കൊത്ത വിധം അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. നബിയുടെ ഒരു ഉപദേശമാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. മല്ലാ യർഹം ലാ യുർഹം. കരുണ കാണിക്കാത്തവനോട് കരുണ കാണിക്കപ്പെടുകയില്ല. ഒരു പിതാവ്, അയാൾ വേദന അനുഭവിച്ചുകൊണ്ട് പറയുന്ന രംഗങ്ങൾ നാം കേൾക്കാറുണ്ട്. മകൻ പറഞ്ഞതനുസരിക്കുന്നില്ല എന്ന്. ഉമ്മ പറയും മകൾ അനുസരിക്കുന്നില്ല. അവിടെ ഒന്ന് ഓർത്തു നോക്കിയാൽ പല കുടുംബങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്നൊരു കാര്യം, തിരിഞ്ഞു നോക്കിയാൽ ഈ പരാതിക്കാരൻ, അയാളെക്കുറിച്ച് പണ്ടൊരാൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരുമല്ല, തൻ്റെ പിതാവ് തന്നെ. ഈ പരാതിക്കാരി തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുസരണമുള്ള മകളായിരുന്നില്ല എന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടും. ആരെയെങ്കിലും ചൂണ്ടി മല്ലാ യർഹം ലാ യുർഹം, ഇത് ഇയാൾക്ക് ബാധകമാണ് അയാൾക്ക് ബാധകമാണെന്ന് പറയാനല്ല. തിരുനബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സത്യമാണ്. തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും, യാതൊരാൾക്കും സംശയം വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ എനിക്ക് ദുനിയാവിലുള്ളത് മുഴുവനും കിട്ടിയാലും അതിനോടൊന്നുമില്ലാത്ത സ്നേഹം എനിക്ക് തോന്നിയ ഒരു സമയമുണ്ട്. ഈ ആയത്ത് കേട്ടപ്പോൾ എന്നാണ് നബി പറയുന്നത്. നമുക്കും സന്തോഷിക്കാം, നമുക്കും അതുവഴി ആനന്ദിക്കാം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറയുകയാണ്, സ്വന്തത്തോട് അതിക്രമം കാണിച്ച ആളുകളെ, എൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും നിരാശരാവരുത്. ഇത് വേറെ എല്ലാം കിട്ടിയാലും എനിക്ക് ലഭിക്കാത്ത സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടത് ഈ ആയത്ത് അവതരിച്ച് കിട്ടിയപ്പോഴാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. കാരണം വമ്പിച്ച ഒരാശ്വാസമാണ് വിശ്വാസികൾക്ക് ഇതുവഴി നൽകപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നാം നിരാശരാവരുത്. ഒരാൾ പറഞ്ഞു, സത്യം ചെയ്തു പറഞ്ഞു, തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, ഇയാൾക്കോട് അള്ളാഹു പൊറുക്കില്ല എന്ന് പറഞ്ഞു, സത്യം ചെയ്തു. അതിന് അള്ളാഹു മറുപടി പറഞ്ഞത് നബി പറയാണ്, ആരാണ് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് എൻ്റെ മേൽ ശപഥം ചെയ്തു പറയുന്നത്, സത്യം ചെയ്തു പറയുന്നത് ആരാണ്? ഇന്നി ഗഫർതു ലഹു, ഞാൻ ആ മനുഷ്യനോട് പൊറുത്തിരിക്കുന്നു, നിന്റെ കർമ്മങ്ങളെല്ലാം ഞാൻ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആർക്കും നരകത്തിൻ്റെ ചീട്ട് കൊടുക്കരുത്. നമ്മൾ ആരെയും സ്വർഗത്തിലുമാക്കേണ്ടതില്ല. അയാൾ സ്വർഗത്തിലല്ലെങ്കിൽ ആരാണ് സ്വർഗത്തിൽ പോവുക എന്ന് ചോദിക്കേണ്ട. അവൻ നരകത്തിലല്ലെങ്കിൽ നരകത്തിൽ പിന്നെ ആരും പോവില്ല എന്നും പറയണ്ട. പടച്ചവൻ കാരുണ്യവാനാണ്. അവൻ്റെ കാരുണ്യം സർവത്തെയും ഉൾക്കൊള്ളാൻ പോന്നതാണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വൽ ജമാഅത്തു റഹ്മ. സംഘബോധം അള്ളാഹുവിൻ്റെ ദൈവീകമായ ഒരു അനുഗ്രഹമാണ്. വൽ ഫുർഖത്തു അദാബ്. ഭിന്നിപ്പ്, ഭിന്നത ദൈവീക ശിക്ഷയാണ്. സംഘബോധം, ജമാഅത്ത്, അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഈ വിഘടന സ്വഭാവമോ അതൊരു തരം ശിക്ഷയാണ്. നമ്മളത് ഓർക്കണം. ഞാൻ നിർത്തുകയാണ്, സമയൽപ്പം വൈകി. ഒരു വേശ്യ സ്ത്രീ നായ മണ്ണ് കപ്പിത്തുന്നത് കണ്ട് അവൾക്ക് ദയ തോന്നി. അവളുടെ ഷൂ ഉപയോഗിച്ച്, ബൂട്ട് ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ നായക്ക് കൊടുത്തതിന് സ്വർഗത്തിൽ പോയി എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന കഥ. നമസ്കരിക്കാൻ ഇമാമ് നിൽക്കുന്നയാൾ ലഘുവായിട്ട് ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കണം. നിങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്ന രോഗികളെയും ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാരെയും ജോലിക്കാരെയും ദുർബലരെയും പരിഗണിക്കണം എന്ന നബിയുടെ ഉപദേശം. നിങ്ങൾ കൊല്ലുമ്പോൾ, നിങ്ങൾ അറുക്കുമ്പോൾ നന്നായി കൊല്ലണം. അറുക്കുമ്പോൾ ഫഹ്സിനു ദിബഹ, നന്നായി അറുക്കണം. വൽയുഹിദ്ദഹദുകും ശഫ്റതഹു വൽയുരിഹ് ദബീഹതഹു. കത്തി മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കണം. എന്നിട്ട് ഉരുവിന് പെട്ടെന്ന് ആശ്വാസം നൽകണം. ഇത് നബിയുടെ ഉപദേശമാണ്. തള്ളപ്പക്ഷി കിടന്ന് പിടയുന്നത് കണ്ട് നബി ചോദിച്ചു, കുട്ടിയെ പിടിച്ചെടുത്ത് ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്? തിരിച്ചു കൊടുക്കൂ ആ പക്ഷിക്ക്, തള്ളപ്പക്ഷിക്ക് കുട്ടിയെ എന്ന് ഉപദേശിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. നമസ്കരിക്കാൻ ഞാൻ ഉദ്ദേശിക്കും, നീട്ടി ഓതണമെന്നായിരിക്കും നമസ്കരിക്കുമ്പോൾ എൻ്റെ തോന്നൽ. അപ്പുറത്ത് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ആ നമസ്കരിക്കുന്ന മാതാക്കൾക്ക് സ്വന്തം മക്കളുടെ കരച്ചിൽ അസഹ്യമാകുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുമോ എന്ന് തോന്നി അവളോടുള്ള കാരുണ്യത്താൽ ഞാൻ നമസ്കാരം ചുരുക്കി നമസ്കരിക്കും. തിരുനബി പറയുന്നതാണിത്. ആളുകളൊക്കെ നബിയോട് വന്നു പറഞ്ഞു, നബിയെ, ഈ ബഹുദൈവ വിശ്വാസികൾക്കെതിരിൽ അങ്ങ് പ്രാർത്ഥിക്കണം, അവരെ നശിപ്പിക്കാൻ നബി പ്രാർത്ഥിക്കണം. തിരുനബിയുടെ മറുപടി, ആളുകളെ ശപിക്കുന്നവനായി ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നായിരുന്നു. തിരുനബിയുടെ തോളിൽ കയറി നിന്ന ഉമാമ ബിൻത് അബിലാസിനെ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെച്ചു. സുജൂദിലേക്ക് പോകുമ്പോൾ വീണ്ടും അവളെ തോളിൽ വെക്കും. ഉയരുമ്പോൾ നബി വീണ്ടും അവളെ എടുത്ത് താഴെ വെക്കും. ഇത് നബിയുടെ രീതിയാണ്. മഹാനായ പ്രവാചകന്റെ ശത്രുക്കൾ എറിഞ്ഞോടിച്ചു തായിഫിൽ നിന്ന്. കാല് രക്തമൊഴുകി, ശരീരം ക്ഷീണിച്ചു. ആ തോട്ടത്തിൽ നബി ഇരിക്കുമ്പോൾ അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള അരുളപ്പാട്. ഈ രണ്ടു പർവ്വതങ്ങളെ ഒന്നിച്ചു ചേർത്ത് അവരുടെ മേൽ വീഴ്ത്തി അവരെ നശിപ്പിക്കാനുള്ള ഓർഡർ ലഭിച്ച മലക്കാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് നബിയെ മലക്കുൽ ജിബാൽ എന്ന് തന്നെ ഹദീസ് വിശേഷിപ്പിച്ചിട്ടുള്ള മലകളുടെ ഉത്തരവാദിത്തമുള്ള മലക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നബിയുടെ പ്രാർത്ഥന, പഠിച്ചവനെ, എൻ്റെ ജനതയ്ക്ക് നീ സന്മാർഗം നൽകണേ. ഈ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിൽ നിന്നെങ്കിലും അള്ളാഹുവെ നിന്നെ ആരാധിക്കുന്ന ആളുകൾ വളർന്നു വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അവരോട് നീ പൊറുക്കണമേ, അവരെ മാർഗദർശനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച കാരുണ്യത്തിൻ്റെ പ്രവാചകനെയാണ് നാം ചരിത്രത്തിൽ വായിക്കുന്നത്. തന്നെ കൊല്ലാൻ വീട് വളഞ്ഞ് വളരെയധികം ഒളിഞ്ഞ് നാട് വിട്ട് മദീനയിലെത്തിയ പ്രവാചകൻ ജേതാവായി മക്കയിലെത്തിയപ്പോൾ ഒരു തുള്ളി രക്തം പോലും ചിന്തരുതെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ഹാദിഹി യൗമുൽ മൽഹമ, ഇത് രക്തച്ചൊരിച്ചിലിൻ്റെ നാളാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, യൗമുൽ മർഹമ,
ലാ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിൻ്റെ ദിവസമാണ് എന്ന് മറുപടി പറഞ്ഞ പ്രവാചകൻ ആ ഖുറൈശികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഖുൻ കരീം ഒബുനു അഖിൻ കരീം, മാന്യനായ ഒരാളുടെ പുത്രൻ. നബി തിരുമേനി പറഞ്ഞു, പണ്ട് എൻ്റെ സഹോദരൻ, എൻ്റെ സ്നേഹിതൻ യൂസുഫ് സ്വന്തം സഹോദരന്മാരോട് പറഞ്ഞതുപോലെ, ഇദ്ഹബൂ അൻതുമുത്തുലഖാ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ മേലൊരു പ്രതികാര നടപടിയുമില്ല, നിങ്ങൾ പോകുവിൻ, നിങ്ങൾ സ്വതന്ത്രരാണ്. ഇതായിരുന്നു തിരുനബിയുടെ വാക്കുകൾ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബിയുർ റഹ്മ, ഞാൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണെന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സംഭവങ്ങൾ. അല്ലാഹുമ്മ റഹംന യാ റഹമർ റാഹിമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.